സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ 4 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. വിവരങ്ങളുമായി അർജുൻ ആണ് ചേരുന്നത്. അർജുൻ, 2 ദിവസം മഴ മാറി നിന്നിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും പലയിടത്തും മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പുകൾ ഏത് രീതിയിലാണ്? സ്വാതി, കുറച്ച് ജാഗ്രത വേണം ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മാന്നാർ കടലിടുക്കിനും തെക്കൻ തമിഴ്നാടിനും മുകളിലായി ഒരു പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അത് വൈകാതെ ന്യൂനമർദ്ദമാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. സാധാരണ ഈ കാലവർഷത്തിൽ ഈ ബംഗാൾ ഉൾക്കടലിലൊക്കെ ഇങ്ങനെ ന്യൂനമർദ്ദം ഉണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരു സമയത്താണ് ഇപ്പോൾ ഒരു പുതിയ ന്യൂനമർദ്ദത്തിൻ്റെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വഭാവം എത്ര തീവ്രമായി മഴ പെയ്യിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതേസമയത്ത് ശക്തമായിട്ടുള്ള മഴ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. നാളെയും ഈ വടക്കൻ ജില്ലകൾ ഒഴിച്ച് മറ്റ് മധ്യ തെക്കൻ ജില്ലകളിലേക്ക് മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. വൈകിട്ടും പുലർച്ചെയും മഴ ശക്തമായി പെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഒറ്റപ്പെട്ട അതിശക്തമായിട്ടുള്ള മഴ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അത് ഏറ്റവും ശക്തമാകുന്ന ദിവസം ചൊവ്വാഴ്ചയാണ്. വരുന്ന ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി അതിതീവ്രമോ അതിശക്തമോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. 10 ഇടത്ത് അന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയത്ത് ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ഈ 3 ഓറഞ്ച് അലർട്ട് ആണെങ്കിലും അവിടെ അതിതീവ്രമായിട്ടുള്ള റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ ഉണ്ടായിട്ടുള്ള മഴ അതേ രീതിയിൽ ശക്തമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടി തുടരാനുള്ളൊരു സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. തിങ്കളാഴ്ചയോടുകൂടി മധ്യ തെക്കൻ ജില്ലകളിൽ മാത്രമായിരുന്ന മഴ വടക്കൻ ജില്ലകളിലേക്ക് കൂടി നീങ്ങും. അങ്ങനെ ചൊവ്വാഴ്ചയോടുകൂടി സംസ്ഥാനത്ത് ആകെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകും. അതിൽ ചിലയിടങ്ങളിലൊക്കെ അതിതീവ്രമായിട്ടുള്ള രീതിയിലേക്ക് മഴ പെയ്യാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയാണ്.